നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എയർഫോഴ്സിനെ കുറിച്ചുള്ള ഏതാനും ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യൻ എയർഫോഴ്സ്. ഇന്ത്യൻ എയർഫോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് വ്യോമസേന. ഇന്ത്യൻ വ്യോമസേനയുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യൻ വ്യോമസേനയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂ ഡൽഹിയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ആസ്ഥാനം ആൻസർ ന്യൂ ഡൽഹിയാണ്. അതുപോലെ തന്നെ വ്യോമസേനാ ദിനം എന്നാണ്. വ്യോമസേനാ ദിനം ഒക്ടോബർ 8 വ്യോമസേനാ ദിനം ആൻസർ ഒക്ടോബർ 8 വ്യോമസേനാ ദിനമായിട്ട് ആചരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ ആപ്തവാക്യം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? നഭാ സ്പർശം ദീപ്തം. ഇന്ത്യൻ വ്യോമസേനയുടെ ആപ്തവാക്യമാണ് നഭാ സ്പർശം ദീപ്തം. അതുപോലെ തന്നെ സൈനിക സ്കൂളിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂ ഡൽഹിയാണ്. സൈനിക സ്കൂളിന്റെ ആസ്ഥാനം ആൻസർ ന്യൂ ഡൽഹി. സൈനിക സ്കൂളിന്റെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. സൈനിക സ്കൂളിന്റെ കേരളത്തിലെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ സൈനിക സ്കൂളിന്റെ കേരളത്തിലെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. 6ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളിൽ നിന്നാണ് സൈനിക സ്കൂളിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. 6ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും സൈനിക സ്കൂളിലേക്കുള്ള പ്രവേശന പരീക്ഷയുണ്ട് കേട്ടോ. അപ്പോൾ ആ പരീക്ഷയിലൂടെയാണ് സൈനിക സ്കൂളിലേക്ക് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്. 6ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിൽ നിന്നുമാണ് സൈനിക സ്കൂളിലേക്ക് ഉള്ള പ്രവേശന പരീക്ഷ നടക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ വ്യോമസേനാ മേധാവി ആരാണ്? AP സിംഗ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വ്യോമസേനാ മേധാവി AP സിംഗ്. അതുപോലെ വ്യോമസേനാ ആസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ സതേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. സതേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനം ആൻസർ തിരുവനന്തപുരമാണ്. ഈസ്റ്റേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ഈസ്റ്റേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ഷില്ലോങ്. എവിടെയാണ്? ഷില്ലോങ് ആണ്. എയർഫോഴ്സ് ട്രെയിനിങ് കമാൻഡ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ബംഗളൂരു. എവിടെയാണ്? ബംഗളൂരു. എയർഫോഴ്സ് മെയിൻ്റനൻസ് കമാൻഡ് എവിടെ സ്ഥിതി ചെയ്യുന്നു? നാഗപ്പൂരിലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ നോർത്തേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉദ്ധംപൂരിലാണ്. അതുപോലെ തന്നെ വെസ്റ്റേൺ എയർ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. എവിടെയാണ്? ന്യൂഡൽഹിയാണ്. വെസ്റ്റേൺ എയർ കമാൻഡ് ന്യൂഡൽഹി. അതുപോലെ തന്നെ പ്രതിരോധ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം എവിടെയാണ്? പ്രതിരോധ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? വെല്ലിംഗ്ടൺ. എവിടെയാണ്? എറണാകുളത്താണ്. ഓർത്തുവെച്ചുകൊള്ളുക. പ്രതിരോധ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ വിമാനത്താവളം വെല്ലിംഗ്ടൺ. അതെവിടെയാണ്? എവിടെയാണ്? എറണാകുളത്താണ്. അതുപോലെ പ്രതിരോധ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഒരു ക്ഷേത്രമുണ്ട്. ഏതാണെന്ന് പറയുന്നത്? പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പരീക്ഷകൾക്ക് യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ കാണുന്നവരെന്ത് ചെയ്യുക? തുടർച്ചയായിട്ട് കാണുക കേട്ടോ.